ഈ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ വി ഡി സതീശൻ ഉന്നയിച്ച ഒരു ആരോപണത്തിലുള്ള മറുപടി എന്ന് കിട്ടും എന്നുള്ളതാണ്. എന്താണ് വി ഡി സതീശൻ ഉന്നയിച്ചത്? ഈ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് അതൊരു പ്രൊമോഷനായിട്ട് അവരുടെ നേട്ടങ്ങൾ പർവ്വതീകരിച്ച് കാണിക്കാനായിട്ട് മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഗവൺമെൻറ് പണം കൊടുത്തു എന്നൊരു ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു. മാധ്യമ പ്രവർത്തകർക്കല്ല, മാധ്യമ സ്ഥാപനങ്ങൾക്ക്. അതായത് ഇന്ന സമയത്ത് ജനങ്ങൾ കൂടുതൽ കാണുന്ന സമയത്ത് ഗവൺമെൻറ്റിനെയും മന്ത്രിമാരെയും പ്രോത്സാഹനം നൽകുന്ന രീതിയിൽ വാർത്ത കൊടുക്കണം എന്നതിന് വേണ്ടിയിട്ട് മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഗവൺമെൻറ് പരസ്യമല്ലാതെ, പരസ്യത്തിനല്ല പൈസ, പരസ്യമല്ലാതെ പണം കൊടുത്തു എന്ന പ്രതിപക്ഷ നേതാവ് ഒരു ആരോപണം ഉന്നയിച്ചു. ആ ആരോപണത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ചോദിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് പരിഹാസ്യനാവുകയാണെന്നുള്ള മറുപടിയാണ് കൊടുത്തത്. അല്ലാണ്ട് മുഖ്യമന്ത്രി അത് നിഷേധിച്ചില്ല. ആ ഒരു ആരോപണത്തിന് ഉത്തരം ആര് നൽകും എന്നൊരു ചോദ്യമുണ്ട്. മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ സി പി ഐയുടെ തൊഴിലാളി സംഘടന AITUC 6 മാസം മുമ്പ് ഒരു ലേഖനം അവരുടെ ജനയുഗം പത്രത്തിൽ എഴുതിയിരുന്നു. അതിൽ അവർ പറഞ്ഞൊരു കാര്യം, 7 വർഷം ഭരിച്ച അച്യുതമേനോൻ ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഏറ്റവും നല്ല ഗവൺമെൻറ് എന്ന് CPIയുടെ തൊഴിലാളി വിഭാഗം വിധി എഴുതി. AITUC ഇന്ന് ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് 5-6 മാസമേ ആയിട്ടുള്ളൂ. ഇന്ന് നോക്കൂ, CPMൻ്റെ മുഖ്യമന്ത്രി അവരുടെ പരസ്യത്തിൽ പറഞ്ഞത് എന്താണ്? അവർ കഴിഞ്ഞ 4 വർഷം പറഞ്ഞത് LDF ഗവൺമെൻറ് എന്നാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രങ്ങളിൽ LDF ഗവൺമെൻറ് അപ്രത്യക്ഷമായി. പകരം വന്നത് പിണറായി വിജയൻ സർക്കാർ എന്നാണ്. അപ്പോൾ LDF ഗവൺമെൻറ് പോയി, പിണറായി വിജയൻ സർക്കാർ വന്നു. അപ്പോൾ കേരളം ഇന്ന് ഭരിക്കുന്നത് LDF ഗവൺമെൻറ് അല്ല, പകരം ആരാണ്? പിണറായി വിജയൻ സർക്കാർ. ഇന്നത്തെ പരസ്യം, ഇന്നലത്തെ പരസ്യം ഒക്കെ പത്രം മുമ്പിലുണ്ടെങ്കിൽ എടുത്ത് നോക്കിയാൽ അറിയാം. CPI എല്ലാ കാലത്തും പറയുന്നത് LDF ഗവൺമെൻറ് എന്നാണ്. അപ്പോൾ ഇത് LDF ഗവൺമെൻറ് അല്ലാതായിരിക്കുന്നു ഈ അവസാന വർഷത്തിലേക്ക് നീങ്ങുമ്പോൾ പിണറായി വിജയൻ സർക്കാരാകുന്നു. നേട്ടങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു നേട്ടം പോലും എടുത്തു പറയാനില്ല. സ്റ്റാർട്ടപ്പ് പദ്ധതികളെക്കുറിച്ച് ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. ഇനിയുള്ള കാര്യം എന്ന് വെച്ചാൽ പാർട്ടി രാഷ്ട്രീയമായിട്ടൊരു നയമുണ്ട്. CPMഉം BJPയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമായിരിക്കുന്നു ഈ 9ാം വർഷത്തിലെത്തുമ്പോൾ. അതിൻ്റെ പ്രതിഫലമോ ഫലമോ 10ാം വർഷം കഴിയുമ്പോൾ ഉണ്ടാകുന്ന തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് രാഷ്ട്രീയമായ ചോദ്യം. ഇതിനെല്ലാത്തിനും കൃത്യമായ ഉത്തരം കേരളത്തിലെ ജനങ്ങൾക്കറിയാം. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രസംഗം കേട്ടവർക്ക് ഒരുപക്ഷെ അവർ ചിരിച്ചിട്ടുണ്ടാകാം, അതല്ലെങ്കിൽ അവർ ഉറങ്ങിയിട്ടുണ്ടാകാം. അതല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.